തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്നലെ വൈറ്റമിൻസ് പറഞ്ഞ സമയത്ത് ഈ പാലിൻ്റെ മഞ്ഞ നിറത്തിന് ഇളം മഞ്ഞ നിറത്തിന് കാരണം നമ്മൾ എ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ ആൻസർ വൈറ്റമിൻ B2 ആണ് കേട്ടോ. അപ്പോൾ പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം വൈറ്റമിൻ B2 ആണ് കേട്ടോ. അപ്പൊ മനുഷ്യരത്തിലെ മൊത്തം എത്ര അസ്ഥികളുണ്ട്? 206. നവജാത ശിശുക്കളിലാണെങ്കിലോ 300. നവജാത ശിശുക്കളിൽ 300. വളരുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരും. തലയോട്ടില് മൊത്തം 22. അപ്പൊ 20 നമുക്ക് എങ്ങനെ? മുഖാസ്ഥി എത്ര ഉണ്ട്? 14 മുഖാസ്ഥിയും കപാലത്തില് 8. അങ്ങനെയാണ് 22. അപ്പൊ തലയോടിലെ മൊത്തം അസ്ഥി 22, അതില് മുഖാസ്ഥി 14, കപാലം 8. കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. ജിറാഫിന് നീളം കൂടുതൽ എണ്ണത്തിൽ വ്യത്യാസമില്ല. അപ്പൊ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം 7. ഭാര്യയിൽ എത്ര ഉണ്ട്? 24. അപ്പൊ 12 ജോഡി. ഭാര്യയിൽ 24, 12 ജോഡി. ഒരു കയ്യിൽ എത്ര അസ്ഥി ഉണ്ട്? 30. അപ്പൊ കയ്യിലെ അസ്ഥികൾ ചോദിച്ചാൽ 60. ഒരു കാലിൽ എത്ര അസ്ഥി ഉണ്ട്? 30. അപ്പൊ കാലുകളിലെ അസ്ഥി 60. ഓക്കെ അല്ലേ? നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 26. നട്ടലിലെ കശേരുക്കളുടെ ഒരു കൈ 16. 14. ഏറ്റവും വലിയ അസ്ഥി ഏറ്റവും ചെറിയ അസ്ഥി ചെവിയില് 3. അപ്പോ നട്ടലിലെ കശേരുക്കൾ എത്രയാണ്? 26. ചെവിയിൽ എത്ര അസ്ഥി ഉണ്ട്? ഒരു ചെവിയില് 3. അപ്പൊ 2 ചെവിയിലും കൂടെ 6. ചെവികളിലാണെങ്കിൽ 6 അസ്ഥി. പാൽപ്പല്ല്, കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം 20. സ്ഥിരദന്തങ്ങളാണെങ്കിൽ 32. പാൽപ്പല്ല് 20, സ്ഥിരദന്തം 32. നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം 250 മുതൽ 300 ഗ്രാം. 250 മുതൽ 300 ഗ്രാം ആണ്. ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ എത്രയാണ്? ഒരു മിനിറ്റിൽ എത്ര എണ്ണം? 72. നോർമൽ റേറ്റ് ഒരു മിനിറ്റിൽ 72. അതില് ഒരു ഹൃദയസ്പന്ദനത്തിന്റെ സമയമാണ് 0.8 സെക്കൻഡ്. ഒരു ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയമാണ് 0.8 സെക്കൻഡ്. ഇനി കുട്ടികളിലാണെങ്കിൽ നമുക്ക് നോർമൽ 72 എന്ന് പറഞ്ഞില്ലേ, അത് കുട്ടികളിലാണെങ്കിൽ 100 ആണ് കേട്ടോ. 100. അപ്പോൾ നോർമൽ മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഒരു മിനിറ്റിൽ 72, കുട്ടികളിലാണെങ്കിൽ 100 ആണ്. അസ്ഥികൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? അസ്ഥി 2. പക്ഷെ അസ്ഥി കൂടെ അനുബന്ധ അസ്ഥി കൂടെ 80. അനുബന്ധ അസ്ഥി കൂടെ 126. ടോട്ടൽ 206. ഏറ്റവും ബലം കൂടിയ അസ്ഥി അതല്ലേ? താടി. കീഴ്ത്താടി. ഏറ്റവും ബലം കൂടിയ അസ്ഥി ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം പല്ലിന്റെ ഇനാമൽ. ഇനി നമ്മുടെ നിർമ്മിച്ചിരിക്കുന്ന വസ്തു അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. ഇനി ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ്, അതായത് 100 ml ബ്ലഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 70-110 mg ആണ് 100 ml ബ്ലഡ് പരിശോധിക്കുന്ന സമയത്തുള്ള സാധാരണ അളവ്. അപ്പൊ കാൽസ്യത്തിന്റെയോ 100 ml ബ്ലഡില് കാൽസ്യം 9 to 11. കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 വരെയാണ്. മൊത്തം എത്ര അവയവങ്ങളുണ്ട്? അസ്ഥി അല്ല, അവയവങ്ങൾ 80 അവയവങ്ങളുണ്ട് കേട്ടോ. അപ്പൊ മനുഷ്യരത്തിൽ മൊത്തം എത്ര അവയവങ്ങളുണ്ട്? 80 അവയവങ്ങളുണ്ട്. ഇനി നമ്മുടെ മനുഷ്യരത്തിന്റെ സാധാരണ ഊഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ്. അത് നമ്മുടെ ഫാരൻഹീറ്റിലാണെങ്കിൽ 98.6 ഡിഗ്രി. 98.6 ആണ് ഫാരൻഹീറ്റ്. ഇനി കെൽവിൽ പറയുമ്പോ 310.15. ഇനി നമ്മുടെ മസ്തിഷ്കത്തിന്റെ വെയിറ്റ് പറഞ്ഞേ, തലച്ചോറിന്റെ വെയിറ്റ് 1.5 അല്ലെങ്കിൽ 1400 കിലോ അല്ല, ഗ്രാം. 400 ഗ്രാം. അപ്പൊ ആനയ്ക്കാണെങ്കിൽ 50 കിലോ ഒന്നുമില്ല, അതിന്റെ ഒരു പൂജ കെട്ടി കളഞ്ഞാൽ മതി. 5 കിലോ. 5 കിലോ അതായത് 5000 ഗ്രാം. ആനയുടെ പൂർണ്ണ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്ന കേരളത്തിലെ സ്ഥലം പത്തനംതിട്ട. അപ്പൊ ആനയുടെ തലച്ചോറിന്റെ വെയിറ്റ് ചോദിച്ചാൽ 5 കിലോ അല്ലെങ്കിൽ 5000 ഗ്രാമും. മനുഷ്യന്റേതാണെങ്കിൽ 1400-1500 ഗ്രാം ആണ്. ഗ്രാം. ഇനി ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്ന മൂത്രത്തിന്റെ അളവ് വെള്ളം കുടിക്കും പോലെ അല്ല, അതിന് കറക്റ്റ് അളവുണ്ട്. 1.5 ലിറ്റർ ആണ്. 1.5 ലിറ്റർ ആണ്. 5 ലിറ്റർ വെള്ളം കുടിച്ചാൽ അതൊരു ചോദ്യമല്ലേ? 5 ലിറ്റർ ശരാശരി 1 ലിറ്റർ. ഇനി ചെറുകുടലിന്റെ നീളം, ചെറുകുടലാണോ വൻകുടലാണോ നീളം കൂടുതൽ? ചെറുകുടൽ. അപ്പൊ ചെറുകുടലിന്റെ നീളം ഒരു സാരിയുടെ നീളം വരും 5 to 6 മീറ്റർ ആണ്. 5 to 6 മീറ്റർ. അപ്പൊ വൻകുടലിന്റെ നീളം 1.5 മീറ്റർ ആണ്. പ്രായപൂർത്തിയായ പുരുഷന് നട്ടലിന്റെ ശരാശരി നീളം ഒരു 10 സെന്റിമീറ്റർ. 71 സെന്റിമീറ്റർ. 71 സെന്റിമീറ്റർ.
പ്രായപൂർത്തിയായ പുരുഷന്റെ നട്ടലില് ശരാശരി പ്രായപൂർത്തിയായ സ്ത്രീയുടെ നട്ടലില് 61, സ്ത്രീകളുടെ ആണെങ്കിൽ 61. മാലിസിന്റെ ആകൃതി, മാലിസിന്റെ ചുറ്റിക മാലിസ് അസ്ഥി പറഞ്ഞില്ലേ, മാലിസ് ഇംഗസിന്റെ ആകൃതി, കൂടക്കല്ല് സ്റ്റേപ്പിസിന്റെ കുതിരലാടം. മനുഷ്യ കശേരുക്കളുടെ എണ്ണം 33. കശേരുക്കളുടെ എണ്ണം 33. നട്ടലിലെ ആദ്യ കശേരു അറ്റ്ലസ്. ആദ്യ കശേരു അവസാനത്തെ കോക്സിസ്. രണ്ടാമത്തെ ആണെങ്കിലോ ആക്സിസ്. രണ്ടാമത്തത് ആക്സിസ്, ആദ്യത്തത് അറ്റ്ലസ്, രണ്ടാമത്തത് ആക്സിസ്, ഏറ്റവും അവസാനത്തത് കോക്സിസ്. ഓക്കെ, അടുത്ത് ഞാൻ ഒരു അയിരുകൾ വയ്ക്കാം. അലുമിനിയത്തിന്റെ അലുമിനിയം ബോക്സൈറ്റ്, യുറേനിയം, പിച്ച് ബ്ലെൻഡ്, ടൈറ്റാനിയം ഇൽമനൈറ്റും റൂട്ടൈലും, സിന്നബാർ, സിങ്ക് കലാമിൻ, സിങ്ക് ബ്ലെൻഡും ഉണ്ട്, സിങ്ക് ബ്ലെൻഡ്, നിക്കല് പെൻഡാലൈറ്റ്, തോറിയം മോണോസൈറ്റ്, സോഡിയം എന്തൊക്കെ സോഡിയം റോക്ക് സാൾട്ട്, ഇരുമ്പിന് മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്, ഗലീന, ചെമ്പ് മാലക്കൈറ്റ്, മാല. ഇനി കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, തലച്ചോറിനെ കുറിച്ചുള്ള പഠനം ഫ്രിനോളജി, തലയോട്ടിയെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി, വൃക്കകളെ കുറിച്ചുള്ള പഠനം നെഫ്രോളജി, കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി, ചെവി ഓട്ടോളജി, അസ്ഥി ഓസ്റ്റിയോളജി, പല്ല് ഒഡന്റോളജി, മൂക്ക് റൈനോളജി, മൂക്ക് റൈനോളജി, അത് ഒഡന്റോളജി, അത് ഡെന്റിസ്റ്റ് പല്ല് ഡോക്ടർ. അടുത്ത് കോശങ്ങളെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി, നാഡീകോശങ്ങളെ കുറിച്ചുള്ള പഠനം ന്യൂറോളജി, നമ്മള് ഡോക്ടേഴ്സിനെ കാണാൻ പോകും ന്യൂറോളജി, കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി, കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി, രക്തം ഹെമറ്റോളജി, രക്തത്തെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി, പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി, പേശികൾ നല്ല മയോളജി, പേശികളെ കുറിച്ചുള്ള പഠനം 639, പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി, മുടി ട്രൈക്കോളജി, ഭ്രൂണത്തെ കുറിച്ചുള്ള പഠനം എംബ്രിയോളജി, ഭ്രൂണത്തെ കുറിച്ചുള്ള പഠനം എംബ്രിയോളജി, കാറ്റ് അനിമോളജി, കാറ്റ് അനിമോളജി. 1885 ഡിസംബർ 28. അത് ഇന്ത്യൻ ഓർണിത്തോളജി. ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് എന്നാൽ ആദ്യ പ്രസിഡന്റ് ഉമേഷ് ചന്ദ്ര ബാനർജി. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. ആദ്യ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് പങ്കെടുത്ത ആദ്യ മലയാളി ജി പി പിള്ള. തിരുവിതാംകൂർക്ക് ജി പി പിള്ള. മലയാളി മെമ്മോറിയൽ. വർഷം 1891. പരാമർശിച്ചിട്ടുള്ള ഒരേ മലയാളിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോഴേ ഗാന്ധിജിയുടെ ചരിത്രം ഇന്ത്യയിലേക്ക് സ്വദേശാമ രാമകൃഷ്ണപിള്ള നാട് കടത്തിയ വർഷം 1910. എന്റെ നാട് കടത്താൻ സ്വദേശാമ രാമകൃഷ്ണപിള്ള. എന്റെ വേഴവട്ട കല്യാണിക്കുട്ടിയാണ്. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും. സ്വദേശാഭിമാനി. എന്റെ പത്രാധിപരില്ലാതെ പത്രവും അച്ചുകൂടാവും. സ്വദേശാഭിമാനി അല്ല, മറ്റേ സദാശിവ ഗുരു വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്റെ പത്രാധിപരില്ലാതെ എനിക്കിന്ന് പത്രവും അച്ചുകൂടവും. എനിക്കിന്ന് അച്ചും അച്ചുകൂടും. സ്വദേശാമാനിയെ നാട് കടത്തിയപ്പം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്. സ്വദേശാമാനി പത്രം സ്ഥാപിച്ചത് എവിടെ അബ്ദുൽ ഖാദർ മൗലവി. INC മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. വർഷം
1884 ആദ്യ സമ്മേളനം INC-യുടെ ആദ്യ സമ്മേളനം നടന്നത് 85 എവിടെ നമ്മുടെ മദ്രാസ് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് സമ്മേളനം പങ്കെടുത്തവരുടെ എണ്ണം 72. കോൺഗ്രസ് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുന്നത് GP പിള്ള, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ വന്ധ്യവയോധികനാ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ KP കേശവൻ. ദാദാഭായ് നവറോജിക്ക് പത്രം ഉണ്ടല്ലോ, ടൈംസ് ഓഫ് അല്ല അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന് ഒരു സംഘടന ഉണ്ടോ, റസ്ത് ഗോഫ്താർ. 1886 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാഭായ് 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു. ലണ്ടനിലാണ് സ്ഥാപിച്ചു. 1876 ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസും കൂടെ ചേർന്ന്. അത് കൊൽക്കത്ത 1876 കൊൽക്കത്ത. ദാദാഭായ് നവറോജിക്ക് പത്രം ഉണ്ടല്ലോ, വോയിസ് ഓഫ് ഇന്ത്യ. അത് അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടന. അപ്പൊ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ അദ്ദേഹത്തെ അനുഗമിച്ചവരുടെ എണ്ണം 78. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ കേരളത്തിൽ 32. നമ്മള് പറഞ്ഞത് ആദ്യ മുസ്ലിം പ്രസിഡന്റ് INC ബദറുദ്ദീൻ തിയാബ്ജി. ഏത് വർഷം? 1887. ഏത് സമ്മേളനം? മദ്രാസ് സമ്മേളനം. ഓക്കെ. ആദ്യ പാഴ്സ്യമതക്കാരനായ ദാദാഭായ് നവറോജി. ഓക്കെ. ഏത് വർഷമാണ്? ദാദാഭായ് നവറോജി 86. ഏത് സമ്മേളനം? 84 കൊൽക്കത്ത സമ്മേളനം. ഓക്കെ. ആദ്യ വിദേശി ജോർജ് യൂൾ. ഏത് വർഷം? 88. ഏത് സമ്മേളനം? 88 വരുമ്പം അലഹാബാദ്. ഏത് സമ്മേളനം? ആദ്യം മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. ഏത് വർഷം? 1897 അമരാവതി സമ്മേളനം. സെക്രട്ടറി ആയ ആദ്യ മലയാളി പിള്ള. GP പിള്ള. മലയിൽ വന്നു പിന്നെ പറയാൻ തോന്നുന്നു. 2 തവണ ANC പ്രസിഡന്റ് ആയ വ്യക്തി. വിദേശി ജോർജ് യൂൾ അല്ല, വില്യം വെഡർബൻ. ഏത് വർഷം? 89 910. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോ ANC പ്രസിഡന്റ് JB കൃപലാനി. സ്വാതന്ത്ര്യത്തിന് ശേഷം പട്ടാഭി സീതാരാമയ്യെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നുണ്ട്. പ്രസിഡന്റ് ആദ്യ ദളിത് വംശജ്. JB ആണ്. സഞ്ജീവയ്യ. ഏറ്റവും കൂടുതൽ തവണ ANC പ്രസിഡന്റ് ആയത് ഏറ്റവും കൂടുതൽ തവണ ജവഹർലാൽ നെഹ്റു. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം മൗലാന അബുൽ കലാം ആസാദ്. കൂടിയ പ്രായത്തിൽ ദാദാഭായ് നവറോജി. മൂന്നാമത്തെ വിദേശി ആൽഫ്രഡ് വെബ്. ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി അനന്ത ചാർലു. സ്വാതന്ത്ര്യം നേടുമ്പോൾ നമ്മൾ പറഞ്ഞു JB കൃപലാനി. ഓക്കെ. കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡന്റ് ആയത് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ സയൻസ് സമ്മേളനം നടന്ന സ്ഥലം കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഡൽഹി. ആദ്യ വനിതാ പ്രസിഡന്റ് വർഷം 1917. രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് പ്രത്യേകത? ആദ്യത്തെ ഇന്ത്യക്കാരി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സുജാത വി മനോഹർ. സരോജിനി നായിഡു. ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ഗാന്ധിജി. മിക്കി മൗസ്. ഓക്കെ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞത് ജ്യോതിറാവ് ഫുലെ. നെഹ്റു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച ലോർഡ് ഡഫറിൻ. കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമമാണ് എന്റെ ലക്ഷ്യം. അയ്യോ, കോൺഗ്രസിനെ തകർക്കാനാണ് വന്നത്. പിന്നെ ലാസ്റ്റ് ഉടമ്പടിയൊക്കെ ഒപ്പിടേണ്ടി വന്നു. അല്ലേ, 3 ദിവസത്തെ കോൺഗ്രസിന്റെ സമ്മേളനം. 3 ദിവസം മണ്ഡുവങ്ങളെ പോലെ തവളകളെ പോലെ യാചകരുടെ സംഘടന അരവിന്ദ ഘോഷ്. ഭരണഘടന വേണമെന്ന് ആദ്യമായി പറഞ്ഞ
അനന്ത ചാർലോ. ആരാണ് പറഞ്ഞത്? അനന്ത ചാർലോ അല്ലല്ല, ആനന്ദ് മോഹൻ ബോസ്. ആനന്ദ് മോഹൻ ബോസ്. ഓക്കെ, ആദ്യമായി വന്ദേ മാതരം ആദ്യമായി പാടിയ 1896 കൊൽക്കത്ത റഹ്മത്തുള്ള സയാനി. ജനഗണമന ആദ്യമായി 1911 കൊൽക്കത്ത ബിയൻദർ. ഗാന്ധി ആദ്യമായി പങ്കെടുത്തത് 1901 ദിൽഷായി വാച്ച്. ഓക്കെ, അടുത്ത് സ്വദേശി ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് ANC പ്രസിഡന്റ് അരവിന്ദ് 1905 ഗോപാലകൃഷ്ണ ഗോഖലെ. മിതവാദികളുടെ നേതാവല്ലേ? മിതവാദി ഗോഖലെ, തീവ്രവാദി തിലക്. മൂന്നാമത്തെ ANC പ്രസിഡന്റ് വനിത. മൂന്നാമത്തെ പ്രസിഡന്റ് നെൽസൺ ഗുപ്ത 33. നാലാമത്തെ ഇന്ദിരാഗാന്ധി 59. അഞ്ചാമത്തെ സോണിയാഗാന്ധി 98. ഓക്കെ, കണ്ടുപിടുത്തങ്ങളോ? ആന്ത്രാക്സ് വാക്സിൻ അറിയാമോ? പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആസ്പിരിൻ കണ്ടുപിടിച്ചത് ഫെലിക്സ് ഹോഫ്മാൻ. മലേറിയ അതറിയാലോ? മലയിലാണ് റോസ്. മലേറിയ രോഗം കണ്ടുപിടിച്ചത് റൊണാൾഡോ. ഡയാലിസിസ് മെഷീൻ അത് വില്യം കോഫ്. മറ്റേ പേസ് മേക്കർ, ഹാർട്ട് പേസ് മേക്കർ അത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. അപ്പൊ ആന്ത്രാക്സ് വാക്സിൻ ലൂയി പാസ്റ്റർ. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആസ്പിരിൻ കണ്ടുപിടിച്ചത് അതാണ് ഹോഫ്മാൻ. മലേറിയ രോഗാണോ? റൊണാൾഡോ. ഡയാലിസിസ് മെഷീൻ വില്യം കോഫ്. ഹാർട്ട് പേസ് മേക്കർ അത് വിൻസൺ ഗ്രേറ്റ് ബാച്ച്. ഇൻസുലിൻ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് RH ഫാക്ടർ. അതിങ്ങനെ തന്നെ അലക്സാണ്ടർ വിന്നർ. അപ്പൊ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് RH ഫാക്ടർ കണ്ടെത്തിയതും ഒരാളോടുണ്ട്. സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് ECG EEG ഹാൻസ്ബർഗ്. മസൂരി വാക്സിൻ എഡ്വേർഡ് ജെന്നർ. കോളറ വാക്സിൻ ആണ് ലൂയി പാസ്റ്റർ. ആന്ത്രാക്സ് വാക്സിനും കോളറയും ലൂയി പാസ്റ്റർ. വേറൊരു ഹെപ്പറ്റൈറ്റിസ് ലൂയി പാസ്റ്റർ. ഇൻസുലിൻ ബാൻഡിങ്ങും ബെസ്റ്റ്. അപ്പൊ അടുത്ത നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം. ഈ തലച്ചോറ് അല്ലെങ്കിൽ ഈ മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്. 8 വയസ്സിൽ നമ്മുടെ ഈ തലച്ചോറിന്റെ വളർച്ച പൂർത്തിയാകും. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലച്ചോറിന്റെ സൂക്ഷ്മയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ്. ശ്വാസകോശം പ്ലൂറ. ഹൃദയം പെരികാർഡിയം. അപ്പൊ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. ഏറ്റവും വലിയ ഭാഗം സെറിബ്രം, രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. ബുദ്ധി, ചിന്ത, ഭാവന ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രം ആണ്. ബുദ്ധി, ചിന്ത, ഭാവന സെറിബ്രം. അങ്ങനെയാണെങ്കിൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? ഐച്ഛികം സെറിബ്രം, അനൈച്ഛികം മെഡുല്ല ഒബ്ലാങ്കേറ്റ. അപ്പൊ ഐച്ഛിക പ്രവർത്തനങ്ങൾ സെറിബ്രം. അതെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ. മറ്റ് അനൈച്ഛിക ഹൃദയം, ഇടുപ്പ് അങ്ങനെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതാണ് അനൈച്ഛികം. ചെയ്യാൻ പറ്റൂല. അതെല്ലാം ശ്വസനം, അതെല്ലാം മെഡുല്ല ഓബ്ലാങ്കേറ്റയും. ഇനി നമ്മൾ അറിഞ്ഞ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഐച്ഛികം. നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നത് ഐച്ഛികം, അത് നമ്മളായിട്ട് ചെയ്യുന്നതാണ് ഐച്ഛികം, അത് സെറിബ്രം. ഇനി അല്ലാത്തതാണ് അനൈച്ഛികം, അത് മെഡുല്ല ഓബ്ലാങ്കേറ്റ്. ഇനി ഈ നമ്മുടെ സെറിബ്രത്തിൽ തന്നെ 2 ഏരിയ ഉണ്ട്. ബ്രോക്കസ് ഏരിയ ഉണ്ട്, വെർണിക്സ് ഏരിയ ഉണ്ട്. ഈ ബ്രോക്കസ് എന്തിനുള്ളതാണെന്ന് അറിയാമോ? അല്ല, അതായത് നമ്മുടെ സംസാര ശേഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബ്രോക്കസ് ഏരിയ. അപ്പൊ വെർണിക്സ് എന്തിനായിരിക്കും? ഇപ്പൊ ഞാൻ പേപ്പർ എന്ന് പറഞ്ഞപ്പോ പേപ്പറിന്റെ ചിത്രം മനസ്സിൽ വന്നല്ലോ. അങ്ങനെ നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെ നമ്മള് മനസ്സിൽ നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് വെർണിക്സ് ഏരിയ. ബ്രോക്കസ് ആണെങ്കിൽ സംസാര ശേഷിയായിട്ട് ബന്ധപ്പെട്ടതും. ഇനി ഒരു വസ്തുവിന്റെ പേര് പറയുന്ന സമയത്ത് അതിന്റെ ചിത്രം നമ്മുടെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ വെർണിക്സ് വിഷ്വലൈസ് നോക്കട്ടെ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഏതിനാണ്? സെറിബെല്ലം. രണ്ടാമത്തെ വലിയ അവയവം അല്ലേ സെറിബെല്ലം.
ഈ സെറിബെല്ലത്തിന് വേറെ വലിയ പ്രത്യേകത ഉണ്ടായിരുന്നാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബെല്ലോണെ. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തിനെയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ തുലനാവസ്ഥ നിലനിർത്തുന്നതും ആരാണ്? സെറിബെല്ലോണ്. തുലനാവസ്ഥ നിലനിർത്തുന്നത് തുലനാവസ്ഥ. അത് നമുക്ക് ഇത് പോകുന്ന ഇയർ ബാലൻസ്. അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണെന്ന് പറഞ്ഞു? ആണെന്ന് പറഞ്ഞു. അതുപോലെ ഛർദി, ചുമ, തുമ്മൽ ഇത് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റൂല. ഛർദിക്കാൻ വന്നാൽ നമ്മൾ ഛർദിക്കും. അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഒബ്ലാങ്കേറ്റയാണ്. തല അടിച്ചു വരുമ്പോ ഒമിറ്റ് ചെയ്ത് നമ്മളടുത്ത് ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ ഈ ഛർദി, ചുമ, തുമ്മൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? അത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് ഏത് ഭാഗത്താണ്? തലാമസിലാണ്. നമ്മൾ എന്തെങ്കിലും പെയിൻ കില്ലർ കഴിച്ചാൽ ഇത് പ്രവർത്തിക്കുന്നത് ഏത് ഭാഗത്താണ്? അത് തലാമസ് ആണ്. അതുപോലെ അതുകൊണ്ട് തന്നെ ഇതിന് റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. മസ്തിഷ്കം അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ ആണ് ഏത്? തലാമസ്. അപ്പൊ ഈ ആന്തര സമസ്ഥിതി പാലനത്തിന് ഏതായിരിക്കും? ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നത് ആന്തര സമസ്ഥിതി നമ്മുടെ ഉള്ളിലുള്ള അകത്തുള്ളത് ഇപ്പോഴത്തെ എക്സാമിന് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ചോദിച്ചാൽ അത് ഹൈപ്പോ തലാമസ് ആണ്. ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നതും ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. നമ്മുടെ 37°C. പക്ഷികൾക്ക് കൂടുതലാണ്, മനുഷ്യനെക്കാട്ടിലും കൂടുതലാണ്. എത്രയാണെന്ന് ഓർമ്മയില്ല. അപ്പൊ ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഹൈപ്പോ തലാമസ്. വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതും ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. കൈതച്ചക്ക ഗവേഷണ വെള്ളാനിക്കര കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം കാർഷിക ഗവേഷണ കേന്ദ്രം കുരുമുളക് ഗവേഷണ കേന്ദ്രം കുരുമുളക് കണ്ണൂർ പുൽത്തൈല ഗവേഷണ ഓടക്കാലി എറണാകുളം സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയ മലപ്പുറം ഉണ്ട്. വന ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടേൽ വയനാട്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാട്. അഗ്രോണമി റിസർച്ച് സെന്റർ ചാലക്കുടിയാണ് കേട്ടോ. അഗ്രോണമിക് റിസർച്ച് സെന്റർ തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം വിളവെടുപ്പ് ഗവേഷണ തിരുവനന്തപുരം. വിളവെടുപ്പ് ഗവേഷണ കേരഫെഡ് എവിടെയാണ്? അപ്പൊ കേരഫെഡ് തിരുവനന്തപുരമാണ്. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. അപ്പൊ നബാർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് എവിടെ? പാളയമാണ് കേട്ടാ. പറഞ്ഞൂടാ. ബീഫെഡ് എവിടെയാണ്? ബീഫെഡ് തിരുവനന്തപുരത്ത് എവിടെ? പാപ്പനംകോട്. മാർക്കറ്റ് ഫെഡ് ആണെങ്കിലോ എറണാകുളം. കൊച്ചിയിലാണ്. എവിടെയാണ്? ഗാന്ധി ഭവൻ കൊച്ചിയാണ്. അതാണ് മാർക്കറ്റ് ഫെഡ് ഗാന്ധി ഭവൻ കൊച്ചി. ബാംബു കോർപ്പറേഷൻ അങ്കമാലി. എവിടെ? എറണാകുളം. അങ്കമാലി എറണാകുളം. ഓക്കെ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. നാളികേര വികസന ബോർഡ് കൊച്ചി. നാളികേര വികസന ബോർഡ് കൊച്ചി. കോഴിക്കോട് ഉണ്ടല്ലോ. സുഗന്ധം പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. അയ്യോ, ഇന്ത്യയിലെ ആദ്യത്തെ കേരളത്തിലെ കോഴിക്കോട് ഉത്തരവുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞുതരാം. വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. പട്ടം ഉണ്ടല്ലോ. ഒന്ന് പട്ടമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം തിരുവനന്തപുരം. വയനാട് ചുരം കോഴിക്കോട്. എന്തെങ്കിലും ധോനി വെള്ളച്ചാട്ടം പാലക്കാട്. പിന്നെ നമ്മളെ
വേറെ ഒന്നുമില്ലേ? ഇതുണ്ടല്ലോ ഏത്? യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി? കോഴിക്കോട് യൂണിവേഴ്സിറ്റി, എവിടെയെന്നാ? പാലക്കാട്, മലപ്പുറം, മലപ്പുറം. തേഞ്ഞിപ്പാലം. ഓക്കേ. മന്ത് പരത്തുന്ന ആ കൊതുക് ഏതാണ്? മന്ത് പരത്തുന്നത് ക്യൂലെക്സ് ആണാണോ പെണ്ണാണോ? ക്യൂലെക്സ് പെൺകൊതുക്. ക്യൂലെക്സ് ആൺകൊതുകൾ സാധാരണ പാവമായിരിക്കും. ഓ പെണ്ണുങ്ങളാണ് ഈ പരത്താൻ. അതുപോലെ സൗന്ദര്യം കൂടുതൽ ആണുങ്ങൾക്കാണ്. ഓ പിന്നെ ജീവികൾ നോക്കിയാ അല്ലേ? അല്ല മയിലിനെ നോക്കിയാ മയിലിന് ഭംഗിയുടെ പീലിയുള്ളത് ആണിനാണ്. പൂവൻകോഴി നോക്കിയാണ് പൂവൻകോഴിയെന്നാ എന്തൊക്കെ പറഞ്ഞാൽ കയ്യിരിപ്പ് കൂടുതൽ. ആണുങ്ങൾക്കാണ് കൂടുതൽ. മലേറിയ പരത്തുന്നത് ഏതാണ്? മലേറിയ മലേറിയ മലയെന്നാണ് ആന വരണേന്ന് ഓർത്താതി. അനോഫിലസ് പെൺകൊതുക്. അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ. അപ്പൊ മന്ത് മന്ത് ക്യൂലെക്സ്. മന്ത് വെച്ചാണ് നമ്മൾ ക്യൂ അത് വെച്ച് ഓർത്താൽ മതി. മന്ത് ക്യൂലെക്സ് പെൺകൊതുക്, മലേറിയ അനോഫിലസ് പെൺകൊതുക്. ഇനി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി ഇത് മൂന്നും പരത്തുന്നത് ഒരു കൊതുകാണ്. ഈഡിസ് ഈജിപ്തി. അപ്പൊ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി ഇത് മൂന്നും ഈഡിസ് ഈജിപ്തിയാണ്. ഈഡിസ് ഈജിപ്തി. കൺഫ്യൂഷൻ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ആദ്യത്തെ പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. ജലസേചന പദ്ധതി ഇടുക്കിയാ? കല്ലട. ജലസേചനം കല്ലട. കല്ലട. അടുത്ത് പറയട്ടോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏത് മണ്ഡലം? പറവൂർ. എത്രാമത്തെ മുഖ്യമന്ത്രി? 24ാമത്തെ മുഖ്യമന്ത്രി. എത്രാമത്തെ വ്യക്തി? 13ാമത്തെ വ്യക്തി. സത്യപ്രതിജ്ഞ ചെയ്ത് പിണറായി വിജയൻ എഴുതണം പറയുന്നത്. സത്യപ്രതിജ്ഞ ഓ മനസ്സിലാക്കാൻ സത്യപ്രതിജ്ഞ ചെയ്ത് മെയ് 18 2026 2026 മെയ് 18. കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140. കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം 16ാം നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം പിണറായി വിജയൻ 83 വയസ്സ്. 83 വയസ്സ്. ഏത് മണ്ഡലം? ധർമ്മടം. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനം? ഇപ്പൊ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ്. എത്രാമത്തെ നിയമസഭയുടെ മുഖ്യമന്ത്രി ആയിരുന്നു? 15. 15ന്റെ 14 14ന്റെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ.